ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞിരിക്കുന്നു. 4:30 വരെയുള്ള പോളിംഗ് പെർസെന്റേജ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും കൂടുതലായി പോളിംഗ് ബൂത്തുകളിലേക്കൊക്കെ വാ, ഇത് ഉത്സവമല്ലേ. ടോട്ടൽ അപ്ഡേറ്റ് നൽകാൻ നമുക്കൊപ്പം പാലക്കാടിന്റെ സ്വന്തം വോട്ടർ ഇക്ബാൽ അറക്കൽ തയ്യാറാണ്. ഇക്ബാലിന്റെ വോട്ട് കൂടി ചേർത്തപ്പോൾ എത്ര ശതമാനമായി പോളിംഗ്? സുജയ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കണക്ക് വന്നിരിക്കുന്നു. 4:30 വരെയുള്ള കണക്കുകൾ പ്രകാരം 60.63 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ഇതുവരെയുള്ള ടോട്ടൽ പോളിംഗ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ എടുത്തു പറയേണ്ടത് 1,18,062 വോട്ടർമാരാണ് ഇതിനോടകം തന്നെ ഈ 4:30 മണിയാകുമ്പോഴേക്കും അവരുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത്. ഇനി 40% ആളുകൾ ഇനി വോട്ട് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കണ്ണാടിയിലാണ്. കണ്ണാടി ABUP സ്കൂളിൻ്റെ മുന്നിലാണ്. ഇവിടെ നേരത്തെ ബാക്കിയുള്ളവരെല്ലാം സൂചിപ്പിച്ചത് പോലെ തന്നെ സ്ത്രീകളുടെ ഭാഗത്താണ് ഇപ്പോഴും നീണ്ട നിര കാണുന്നത്. പുരുഷന്മാരുടെ ഭാഗത്തെല്ലാം ക്യൂ കുറവാണ് എന്ന് തന്നെ വേണം പറയാൻ. സ്ത്രീകളെല്ലാം ഒരുപാട് നേരമായി ഇപ്പോഴും കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചേച്ചി, ഒരുപാട് നേരമായി വന്നിട്ട്? കുറച്ച് നേരമായി. സ്ലോ ആണ്? കുറച്ച് സ്ലോ ആ തോന്നുന്നു. ഉള്ളിൽ കറണ്ട് ഇല്ല എന്നൊക്കെ പറയണ കേൾക്കുന്നുണ്ട്. ഒരു 3/4 മണിക്കൂറായി നിൽക്കാൻ തുടങ്ങിയിട്ട്. പയ്യെ നീങ്ങുന്നുള്ളൂ. കുറേ നേരമായി. കുറേ നേരമായി. സുജയ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനെല്ലാം വോട്ട് രേഖപ്പെടുത്തുമ്പോഴെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൊതുവെ പോളിംഗ് ഒരു വലിയ രീതിയിൽ വൈകുന്നുണ്ട് എന്ന രീതിക്കാണ് പറയാൻ കഴിയുന്നത്. കാരണം ആ ഒരു വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ബീപ് സൗണ്ട് വരാനും നമ്പർ 170 അല്ലേ നമ്മൾ ഈ കാണുന്നത് ഇക്ബാൽ എന്നാണ്. അതെ, ABUP സ്കൂളിലെ 170 കണ്ണാടി പഞ്ചായത്തിലുള്ള ABUP സ്കൂളിലെ 170 ബൂത്ത്. ABUP സ്കൂളിൽ 4 ബൂത്തുകളാണ് ഉള്ളത്. അതിൽ 170ാമത്തെ ബൂത്ത് 168, 169, 170, 172 എന്നീ ബൂത്തുകളാണ് ABUP സ്കൂളിൽ ഉള്ളത്. ഇതിൽ 170ാം ബൂത്തിലാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. സ്ത്രീകളുടെ വലിയൊരു നീണ്ട നിര തന്നെ നമുക്ക് എല്ലാ ചേച്ചിമാരോടും വോട്ട് ചെയ്തിട്ടേ പോകാവൂ എന്ന് പറയണം കേട്ടോ ഇക്ബാൽ. കണ്ണാടി പഞ്ചായത്തിലെ ഓരോ അരിമണിയും എന്ന് പറയുന്നത് പോലെ തോന്നക്കൽ പഞ്ചായത്ത്. അപ്പോൾ തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണിയും പോലെ കണ്ണാടി പഞ്ചായത്തിലെ ഓരോ വോട്ടറോടും സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ട് പോകാനായിട്ട് ഇക്ബാലും പറഞ്ഞോളൂ. ഞാനൊന്ന് മാത്തൂരിലേക്ക് പോവുകയാണ്. മാത്തൂരിലെ നമ്മുടെ ബംഗ്ലാവിൽ എന്തായി കാര്യമെന്ന് നോക്കാം. MM രാകേഷ് തയ്യാറാണ്. 38, 39, 40, 41 4 ബൂത്താണ് രാകേഷ് കൈകാര്യം ചെയ്യുന്നത്. രാകേഷിന്റെ ബൂത്തുകളിലൊക്കെ എന്തായി? ഞാനിപ്പോൾ നിൽക്കുന്നത് മാത്തൂർ ബംഗ്ലാവ് സ്കൂളിലാണ്. സ്കൂളിൽ 38, 39, 40, 41 ഇങ്ങനെ 4 ബൂത്തുകളാണ് നിലവിലുള്ളത്. ഇതിനകത്ത് 38-ൽ ഏകദേശം 66% പോളിംഗ് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ 39-ൽ 65%-മായി. 40, 41 ബൂത്തുകളിൽ രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഏകദേശം 72%-മായി എന്നുള്ളതാണ് പോളിംഗ് ഓഫീസർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 40-ൽ 70%-ഓളം പോളിംഗ് ആയി. 1000-ഓളം വോട്ടർമാരാണ് 41 ബൂത്തിലുള്ളത്. ഇവിടെ നല്ല തിരക്ക് തന്നെ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 4:30 മണി കഴിഞ്ഞു. വൈകിട്ട് ജോലി കഴിഞ്ഞെത്തുന്ന ആളുകൾ, ഒപ്പം തന്നെ തിരക്കൊഴിഞ്ഞിട്ട് വോട്ട് ചെയ്യാനുള്ള ആളുകൾ. ഏതായാലും എനിക്ക് തോന്നുന്നത് 6 മണിയാകുന്ന സമയത്തും ഈ 141ാം ബൂത്തിൽ ആളുകൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് സുജയ പറയാനാകുന്നത്. ഓക്കെ, ഞാൻ നേരെ പോകുന്നു 143 TV പ്രസാദ് 143-ൽ എത്തിയിരിക്കുകയാണ്. മാത്തൂർ ഈസ്റ്റ് ALP സ്കൂൾ. അത് പിരായിരി പഞ്ചായത്തിലാണ്. പിരായിരി പഞ്ചായത്ത് ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളത് ഒരു ആകാംക്ഷയുണ്ടാക്കുന്ന ഒരു ഫലമായിരിക്കും. 143 എന്തായി TV പ്രസാദ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ക്യൂ ഇവിടെ ഉണ്ട്, വലിയ നിരയുണ്ട്. സ്ത്രീകളൊക്കെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും മുഴുവൻ സമയവും ക്യൂവിൽ നിൽക്കാനാണ് ഇന്നിവരുടെ നിയോഗം എന്ന് പറയുന്നത്. റോഡിലേക്ക് നീണ്ടു നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇപ്പുറത്തുമുള്ള അവസ്ഥ. അളവിൽ പുരുഷന്മാരുടെ ഒരിക്കലും ഇവർ നിരാശരാവില്ല. ഒരു വലിയ ആവേശത്തിലുള്ളത്. ഇവിടെ ചുറ്റും തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് ഒച്ചയെടുത്താൽ പ്രശ്നമാണ്. എത്ര മണിക്കാണ് വന്നേ? ഞാൻ 1 മണിക്കൂറായി. 1 മണിക്കൂർ സ്ലോ ആണല്ലേ? വളരെ സ്ലോ, നല്ല സ്ലോ ആണ്. 1 മണിക്കൂറായി സുജയ ഇവരെത്തിയിട്ട്. സ്ലോ ആണെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോഴത് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇതേപോലെ തന്നെയാണ്. വലിയ തോതിൽ ആളുകൾ ക്യൂ ആയി നിൽക്കുകയാണ് ഇവിടെ. ഏതാണ്ട് 1 മണിക്കൂറിലധികമായവരുണ്ട് ഇവിടെ. എത്രയായി? 1 മണിക്കൂറായി എത്തിയിട്ട്? എത്ര മണിക്ക് എത്തി? ഞങ്ങൾ 3:30 വന്നു. അതെ 3:30 വന്നവരാണ് സുജയ. 143-ല് 3:30 എത്തിയതാണല്ലേ? ഇപ്പോ 4:30-ആയി. 3:30 എത്തിയ മറ്റൊരാളുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. പ്രസാദ്, അത് നമുക്കൊന്ന് അന്വേഷിക്കണം കേട്ടോ. സുരേഷ്, വെറും സുരേഷ് അല്ല, സ്റ്റാർ സുരേഷ് നമുക്കൊരു സന്ദേശം അയച്ചിട്ടുണ്ട്. 179ാമത്തെ ബൂത്ത് തണ്ണീർപന്തൽ AMBS സ്കൂൾ. നീണ്ട നിര, മൊത്തം 1500 വോട്ടർക്ക് ഒരു ബൂത്ത് 1 മണിക്കൂറായി ക്യൂ നിൽക്കുകയാണെന്ന് പറഞ്ഞ് സുരേഷ് കരയുകയാണ്. പ്രസാദ്,
ഒരു ബൂത്ത് 1 മണിക്കൂർ എന്നൊരു വിഷയമല്ല സുജി. 3 മണിക്കൂറായിട്ട് ഇപ്പോഴും വരി നിൽക്കുന്നവരെ നമ്മൾ മാത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ കണ്ടു. അതുകൊണ്ട് അതൊന്നൊരു സമയമല്ല. സമയം നോക്കാൻ തുടങ്ങിയോ? ഇല്ലില്ല, സമയം കുറച്ചു നേരം ആയിട്ടുള്ള എത്തിയിട്ട്. ഇനിയും കുറച്ച് സമയം വേണ്ടി വരും. കുറച്ച് സമയം എന്തിനും തയ്യാറാ. നമ്മളുടെ ഒരു നല്ലൊരു നേതാവിനെ കിട്ടാനായി കാത്തിരിക്കും. ഉറപ്പായിട്ടും. എല്ലാ വർഷവും ഇങ്ങനെ ക്യൂ ഉണ്ടാവാറുണ്ടോ? എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. എല്ലാ വർഷവും വോട്ട് ചെയ്യാറുണ്ടല്ലോ? എല്ലാ വർഷവും വോട്ട് ചെയ്യാറുണ്ട്. ഈ സമയമാകുമ്പോൾ ക്യൂ ഉണ്ടാവുമോ എല്ലാ വർഷവും? വൈകിട്ടാണ് മിക്ക സമയത്ത് കാണാറില്ല. കാലത്ത് കുറച്ച് കുറവായിരിക്കും. രാവിലെ വരുന്ന ആളാണോ ഉച്ചയ്ക്ക് ശേഷം വരുന്ന ആളാണോ? ഞാൻ ഇന്ന് രാവിലെ വരുന്ന ആളാ. പക്ഷെ ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വൈകിട്ടാക്കിയത്. 60 കഴിഞ്ഞിരിക്കുകയാണ്. 60 അടിച്ച് പോളിംഗ്. അപ്പോൾ 60 കഴിഞ്ഞു, അത് 70 അടിക്കുമോ എന്നറിയാനാണ് നമ്മൾ ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്നത്. അതിന് പ്രിയപ്പെട്ട പാലക്കാട്ടെ വോട്ടർമാരൊന്ന് മനസ്സ് വെക്കണം.